ദീപക് മലയമ്മയെ കൊണ്ടുണ്ട്. ദീപക്, ഇപ്പോൾ പലയിടത്തും മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നു. ഇപ്പോൾ സി കൃഷ്ണകുമാർ നേരത്തെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഈ മൂത്താന്തറയിലെ ബൂത്തിൽ 3.5 മണിക്കൂറൊക്കെ നിന്നിട്ടും വോട്ട് ചെയ്യാൻ പറ്റാത്തത് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നുണ്ട്. അത് പോളിംഗ് ശതമാനം കുറയ്ക്കാനുള്ള തന്ത്രമാണോ എന്നൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? എന്താണ്, വോട്ടർമാർ മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടോ? നിലവിൽ ഇപ്പോഴും വോട്ടേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ അല്പം മുൻപാണ് ഈ ബൂത്തുകളിലേക്കെല്ലാം തന്നെ എത്തിയിരുന്നത്. സ്ഥാനാർത്ഥി നേരത്തെ ഒരു ആശങ്ക പങ്കുവച്ചത് ഏതെങ്കിലും തരത്തിൽ അത് മനഃപൂർവ്വം വഹിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്നുള്ളൊരു ആശങ്കയാണോ? സംശയിക്കുക. കാരണം കാലത്ത് മുതൽ ആവറേജ് ഒരു ബൂത്തിൽ 1 മണിക്കൂറിൽ ഒരു 80 to 90 വോട്ടാണ് പോൾ ചെയ്യേണ്ടത്. വളരെ 50 വോട്ടോളം പോൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പോളിംഗ് ഓഫീസർ അവർ പ്രിസൈഡിംഗ് ഓഫീസറും അഡീഷണലായിട്ട് ഉദ്യോഗസ്ഥന്മാരെ ആവശ്യപ്പെടണം. അത് ആവശ്യപ്പെടാതെ 3 മണിക്കാണ് അഡീഷണലായിട്ട് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടാണ് ഉദ്യോഗസ്ഥനെ ബൂത്ത് ഏജന്റ് പരാതിപ്പെട്ടിട്ടാണ് ഉദ്യോഗസ്ഥരാ നിലയ്ക്ക് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണമല്ലോ. കാരണം പോളിംഗ് വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ, വേണ്ടത്ര വേഗത്തിൽ നടക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുകളിൽ അറിയിക്കണം. അതിന് പരിഹാരം കാണുന്നത് അവരാണ്. അവർ ബോധപൂർവം അത് അറിയിക്കാതെ ഡിലേ വരുത്തുകയും ചെയ്ത് 3-4 മണിക്കൂറായിട്ട് ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ മെഷീനും കേടുവന്നു. VVPAT മെഷീൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആ മെഷീൻ 1 മണിക്കൂറോളമായിട്ട് പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ക്യൂവിൽ 200-300 പേരോളം ക്യൂവിൽ കാത്തു നിൽക്കുകയാണ്. സംശയിക്കാം മറ്റേതെങ്കിലും ബൂത്തുകളിൽ ഇത് സമാനമായ റിപ്പോർട്ടിന് 4 ബൂത്തുകളിൽ കാലത്ത് ഞാൻ പോയ 4 ബൂത്തുകളിലും ഞാൻ പോളിംഗ് ഓഫീസറോട് പോളിംഗ് പെർസെൻറ്റേജും പോളിംഗ് ചെയ്ത വോട്ടുകളുടെ എണ്ണവും എത്ര മണിക്കൂറിൽ ചെയ്തു എന്ന് നോക്കിയ സമയത്ത് 50-55 ആവറേജ് വരുന്നത് കൽപ്പാത്തി ആ പ്രദേശങ്ങളിൽ. ഞാൻ ഇടപെട്ട് റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ച് പറഞ്ഞിട്ടാണ് അഡീഷണൽ ഉദ്യോഗസ്ഥന്മാരെ നൽകിയിട്ടാണ് പോളിംഗ് അവിടെ സ്പീഡ് ആയത്. ഇപ്പോൾ അതിന് സമാനമായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ നഗരകേന്ദ്രങ്ങളിലൊക്കെ നല്ല പോളിംഗ് നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി മേഖലകളിൽ. മറ്റിടങ്ങളിൽ അത്ര കണ്ട് ശക്തമല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പോളിംഗ് നടക്കും, ഞങ്ങൾ വലിയ വിജയം നേടുന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടുകൾ, ഉറച്ച വോട്ടുകൾ പോളിക്കാനുള്ള സംവിധാനമുണ്ട്. ഞങ്ങൾ അതിനൊരു സമാന്തര വോട്ടർ പട്ടിക തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഷുവർ വോട്ടുകളുടെ അതിലെ അവസാനത്തെ ആളും നേരത്തെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ അതിന്റെ തുടർച്ചയാണ്. ദീപക്, ഇപ്പോൾ അവിടുത്തെ വോട്ടർമാരിൽ നിന്നും പ്രതികരണം തേടുന്നുണ്ട്. അവിടെ VS രഞ്ജിത്തുണ്ട്. ഈ മൂത്താന്തറയിലെ ബൂത്തിൽ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന വോട്ടർമാർ എന്ത് പറയുന്നു നോക്കാം. രഞ്ജിത്ത്, അവരുടെ